കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു തെരുവ് യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് കണ്ടിട്ട് CPM ചിലപ്പോൾ സന്തോഷിക്കുകയായിരിക്കും അല്ലേ? തീർച്ചയായും. കാരണം ഇത് നാം പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുള്ളത് ഒരു BJPയുടെ തന്ത്രമാണ്. പ്രതിപക്ഷ പാർട്ടികളെ തമ്മിലടിപ്പിച്ച് അവസാന ഘട്ടത്തിൽ തങ്ങളുടെ വിജയം നേടുക എന്നതാണ് BJPയുടെ തന്ത്രം. പക്ഷേ ഇപ്പോൾ CPM അങ്ങനെ തന്ത്രമൊന്നും ഒരുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. നാം കണ്ടതാണ് പാലക്കാട് തെരുവ് യുദ്ധം ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിൽ കൊലവിളിയും കാലുവെട്ടും തലവെട്ടും എന്ന പ്രഖ്യാപനവുമായി അവർ നിരന്തരം പോരടിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നാം ഇത് കണ്ടതാണ്. മുനമ്പം എല്ലാ കാലത്തും UDFന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. അവിടുത്തെ ദേശത്ത് താമസിക്കുന്ന ജനങ്ങളും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുമല്ലേ എല്ലാ കാലത്തും UDFനെയും കോൺഗ്രസിനെയും പിന്തുണച്ചിരുന്നവർ ഇപ്പോൾ കോൺഗ്രസിനെതിരെ തിരിയുകയാണ്. അവിടെ നാം ആ പോരാട്ടം കാണുകയാണ്. BJPയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു പോരാട്ടമാണ് കാണുന്നത്. ഇതിലൂടെ ജനങ്ങളുടെ ഒരു ശ്രദ്ധ മാറുകയാണ്. കാരണം പിണറായി എന്ന ഭരിക്കുന്ന ഒരു നേതാവിനെതിരെ നിരന്തരം ഇത്തരം വിമർശനങ്ങളും അഴിമതി ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികൾ എപ്പോഴും ഈ ഭരണപക്ഷത്തിനെതിരെ തിരിയുമ്പോൾ മാത്രമായിരിക്കും ജനങ്ങൾക്ക് ഈ ഭരണവിരുദ്ധ വികാരം എന്നൊരു തോന്നൽ ഉണ്ടാക്കുക. പക്ഷെ ആ തോന്നൽ നിലവിൽ ഉണ്ടാകുന്നില്ല. കാരണം നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ തന്നെ വലിയ അന്വേഷണം നടക്കുമ്പോൾ അവിടെ തെരുവുയുദ്ധമാണ്. RSS നേതാവിൻ്റെ പേരും പറഞ്ഞ് അവിടെ തെരുവിൽ കാലുവിട്ടും കൈവിട്ടും എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അതിനിടയിലായിരിക്കും ചിലപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പെൻഷൻ കൃത്യമായി നൽകും. അതിൻ്റെ എല്ലാ പരിപാടികൾ ഈ വിഷുക്കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഇപ്പോൾ പല വീടുകളിലും ഇപ്പോൾ ഇത് നൽകുകയാണ്, പെൻഷൻ നൽകി വരികയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സർവീസ് സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അങ്ങനെ പിണറായി മുന്നോട്ട് പോകുമ്പോൾ ഈ അഴിമതികളെല്ലാം തുറന്നു കാട്ടേണ്ടതും അതോടൊപ്പം തന്നെ സമരം ചെയ്യേണ്ടതും ഈ പ്രതിപക്ഷ പാർട്ടികളാണ്. അങ്ങനെ പിണറായിക്കെതിരെ സമരം ചെയ്യേണ്ടവർ ഇപ്പോൾ കിടന്ന് തെരുവിൽ പരസ്പരം തല്ലുകൂടുന്നത് പിണറായിക്ക് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിലും വലിയ രീതിയിലുള്ള തമ്മിലടി ഉണ്ടല്ലോ. ഇതിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി ആരാകണം, അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല ഇത് CPM മുതലാക്കുകയാണ് എന്നുള്ള വിവരം. കാരണം ഇതിനിപ്പം BJP CPMന് LDFന് ഒരു ഹാട്രിക് വിജയം ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് തോന്നുന്നു. കാരണം BJPയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കേരളവും ഇങ്ങനെ UDFനെ ഇല്ലാതാക്കും, കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്. തീർച്ചയായും അത്തരത്തിലാണ് ഈ പരസ്പരം പ്രതിപക്ഷ പാർട്ടികൾക്ക് ലഭിക്കുന്ന വോട്ടുകൾ ചിതറുകയാണെങ്കിൽ ഉറപ്പായി തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരും. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഒരു തവണ കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വന്നെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പോൾ തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവ് BJPക്ക് തലവേദന അല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയനാണ്. കാരണം നമുക്ക് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കാം. അവിടെ സ്റ്റാലിൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് BJPക്ക് ഉണ്ടാകുന്നത്. ഈ ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പുനർനിർണയം, മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം തമിഴ്നാടിന് തന്നെ സ്വയം ഭരണ അധികാരം ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധിയാണ് സ്റ്റാലിൻ ഉണ്ടാക്കുന്നത്. അതിന് അടുത്ത സംസ്ഥാനമാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക. അവിടെയും BJPക്ക് വലിയ തലവേദനയാണ് ഈ നേതാക്കൾ വരുത്തി വയ്ക്കുന്നത്. പിന്നീടുള്ളത് മമതാ ബാനർജിയാണ്. അങ്ങനെ ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും അവിടെയെല്ലാം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ BJPക്ക് തലവേദനയാണ്. പക്ഷെ പിണറായി വിജയൻ മാത്രം നരേന്ദ്രമോദിയെ വിമർശിക്കില്ല, അമിത്ഷായെ വിമർശിക്കില്ല. അദ്ദേഹം ഈ ചെറിയ രീതിയിലല്ല കേരളത്തിൽ കിടന്ന് RSSനെ വിമർശിക്കുക, എമ്പുരാൻ സിനിമയെ വിമർശിക്കുക, ആ രീതിയിലുള്ള ചെപ്പടി വിദ്യകൾ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളുണ്ടല്ലോ, ഈ ചെപ്പടി വിദ്യകളുമായി എൻ്റെ അടുത്ത് വരണ്ട എന്ന രീതിയിലുള്ള അത്തരം പരാമർശങ്ങളിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് എന്തായാലും കൃത്യമായി തന്നെ ധാരണയുണ്ട്. ഈ പിന്നീട് ഇടയ്ക്ക് BJPയെ വിമർശിക്കുന്നത് മലബാറിലുള്ള കുറച്ച് വോട്ടുകൾ, ഞങ്ങളാണ് BJP എതിർക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കുറച്ച് വോട്ടുകൾ നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും പിണറായി നടത്തി വരും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഷിഫ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ, ഈ വോട്ടുകൾ ചിന്നിച്ചിതറുകയാണെങ്കിൽ വീണ്ടും പിണറായി വിജയൻ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് കണക്ക് നിരത്തുമ്പോൾ തന്നെ അറിയാം, ഈ അവസാനമായി തന്നെ കോൺഗ്രസിന് ഒരു 80-90 സീറ്റിലധികം നേടിയത് 2002 ആ കാലഘട്ടത്തിൽ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. അന്ന് ആന്റണി ഉണ്ടായിരുന്ന കാലത്ത്. പിന്നീട് ഉണ്ടായ നമുക്ക് എല്ലാ കണക്കുകളും എടുത്തു നോക്കിയാൽ അറിയാം, അതെല്ലാം
CPM-ന് അനുകൂലമായൊരു തെരഞ്ഞെടുപ്പ് തരംഗമാണ് ഉണ്ടായത്. പിന്നീട് വീണ്ടും VS അച്യുതാനന്ദൻ വരണ്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോയപ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. അന്നും കൃത്യമായി തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നെങ്കിൽ ആ കാലത്തും CPM തന്നെ വീണ്ടും അധികാരത്തിൽ വരുമായിരുന്നു. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ CPM തന്നെ 20-25 സീറ്റുകൾ തന്നെ കൂടുതൽ പരാജയപ്പെട്ടാൽ പോലും വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇപ്പോഴും പിണറായി വിജയന് തന്നെയുണ്ട്. പക്ഷെ അതിനെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ, തരണം ചെയ്യുന്ന രീതിയിൽ വലിയൊരു തരംഗം ഉണ്ടായാൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയൂ. പക്ഷേ BJP എന്തായാലും ഒരു 3 മുതൽ 5 സീറ്റെങ്കിലും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 26-ലെ അതിൽ കൂടുതലാണ് കണക്ക് കൂട്ടുന്നത്. 5 സീറ്റെങ്കിലും പിടിച്ചിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഭരണം ഒരു 10 വർഷത്തിനിടയ്ക്ക് കൈയാളാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം, കോൺഗ്രസ് ഇല്ലാതാകും. കോൺഗ്രസ്സിലുള്ള ചില പലരും BJP-യിലേക്ക് പോകും. പിന്നെ ഘടകകക്ഷികളുടെ കാര്യങ്ങളുണ്ട്. ഇപ്പം ലീഗിനെ പോലുള്ളവരൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗിന് എന്തായാലും അധികാരത്തിൽ എത്തണമെന്ന വലിയ ആഗ്രഹമുണ്ട്. ഇന്നലെ തന്നെ അവർ ആ വെയിലത്ത് ആ വലിയ ചൂടിനിടയിൽ തന്നെ കോഴിക്കോട് ബീച്ചിൽ വലിയ പ്രകടനം വെച്ചിട്ടുണ്ട്. ഇത് വഖഫുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് അവർ സംഘടനയെ ചലിപ്പിക്കുകയാണ്. മറിച്ച് കോൺഗ്രസ് എവിടെ? കോൺഗ്രസിനെ കാണാനില്ല. അതാണ് മറ്റൊരു കാര്യം. ഈ കോൺഗ്രസ് ഉൾപ്പെടെ UDF-ന് അധികാരത്തിൽ വരണമെന്ന് മോഹമുണ്ടെങ്കിലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു 40-50 സീറ്റിൽ നേടിയാൽ മാത്രമേ UDF-ന് അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ. ഈ ലീഗിന്റെ സീറ്റ് ലീഗ് ഉറപ്പായി നേടും. അവരിപ്പോൾ ഒരു 15 സീറ്റുണ്ട്. അവർ ചിലപ്പോൾ 25-ലേക്ക് ഉയർത്തിയെന്ന് വരാം. എന്നാലും അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടേ. പക്ഷെ അതിന് കോൺഗ്രസിന് സാധിക്കുന്നില്ല. അവിടെ കൃത്യമായി ഒരു നേതൃത്വമില്ല. പണ്ട് ഉമ്മൻചാണ്ടി എന്ന മുഖമുണ്ടായിരുന്നു, ആന്റണി എന്ന മുഖമുണ്ടായിരുന്നു. ഇപ്പോൾ ആരുണ്ട് ഇവിടെ? ആരുണ്ടെന്ന ചോദ്യത്തിന് ഒറ്റ ദൃശ്യം തന്നെയാണ് ഉത്തരം. കാരണം ഈ 2 ദിവസം മുൻപ് കോഴിക്കോട് ഒരു ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നില്ല. അവരുടെ സ്ഥാപനത്തിന്റെ DCC ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. അവിടെ തമ്മിലടിയാണ്. മുന്നിൽ വരാനായി സുധാകരൻ നിൽക്കുന്നു, സുധാകരനെ തള്ളിമാറ്റി അതിനിടയിലൂടെ രമേശ് ചെന്നിത്തല കടന്നു വരുന്നു. പിന്നെ ചോട്ട നേതാക്കളെല്ലാം ഉണ്ടാവും. KC വേണുഗോപാലിനെ മാറ്റി സിദ്ദിഖ് കയറി വരാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു കൂട്ട പൊരിച്ചിൽ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പോലും ഒരു ചിത്രമെടുക്കാൻ പോലും ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത നേതാക്കളാണ് ഇനി 2026-ലെ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കാൻ പോകുന്നത്. ഏതായാലും പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ്. ഒരു ഭാഗത്ത് പ്രതിപക്ഷ പാർട്ടികൾ തമ്മിലടിക്കുന്നു, മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായകനെ കൂടി അന്ന് ആ ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ എന്തായാലും വിട്ടുപോയിട്ടുണ്ട്. അത് ശശി തരൂരാണ്. ശശി തരൂരാണ് ഇപ്പോൾ നിരന്തരം CPM-നും BJP-ക്കും വേണ്ടി കേരളത്തിൽ വലിയ രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെ ചർച്ചയാക്കുന്നുണ്ട്. ഏറ്റവും അവസാനത ശബരിനാഥിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ട്. ആ രീതിയിൽ തന്നെ എല്ലാ CPM-വുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ഉണ്ടാകുന്നത്. അവരുടെ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ അഴിമതിയെല്ലാം ഒരു പരിധിവരെ മറച്ചു വയ്ക്കുവാൻ എന്തായാലും കോൺഗ്രസിന്റെയും BJP-യുടെയും ചില നിലപാടുകൾ കൊണ്ട് പിണറായി വിജയൻ സാധിക്കുന്നുണ്ട്. അത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും. ഇനി അതിന്റെ ആദ്യ തുടക്കം തന്നെ ചിലപ്പോൾ നിലമ്പൂർ ഒരിക്കലും ഇതിന്റെ ഒന്നും ഒരു എന്താണ് 2026 സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവിടെ ചിലപ്പോൾ അൻവറിന്റെ സ്വാധീനമോ ഒരു മണ്ഡലം മാത്രമായ ഒരു ചുരുങ്ങിക്കാണുകയാണ്. ഇനി വരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളായിരിക്കും. അതൊരു സെമി ഫൈനലും വരുന്ന തെരഞ്ഞെടുപ്പ് ഒരു ഫൈനലുമായി മാറാം. എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരു 80 സീറ്റ് CPM-ന് ലഭിക്കുകയും മറിച്ച് വീണ്ടും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കും. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ 1-2 സീറ്റുകൾ BJP-ക്ക് നേടാൻ കഴിയും. അത് പ്രത്യേകിച്ച് തിരുവനന്തപുരവും തൃശ്ശൂരും ജില്ല ഘടകകക്ഷികളൊക്കെ UDF വിടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.